നമസ്കാരം. 2025 ഓഗസ്റ്റ് മാസം മുതൽ സൗഭാഗ്യസമ്പന്നതയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. സൗഭാഗ്യസമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഈ നക്ഷത്രജാതകർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇനി നേടിയെടുക്കാൻ കഴിയും. 3 രാശിക്കാർക്കാണ് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുക. ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ചില ഗ്രഹങ്ങൾ അനുകൂലമാകുന്നതോടുകൂടി ഇവരുടെ സകല സങ്കടങ്ങളും അവസാനിച്ച് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. ധനപരമായിട്ടുള്ള ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. 3 രാശിയിലെ 9 നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം ധനം വന്നു ചേരുന്ന സമയം. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കുന്ന സമയം. സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ചാരവശാലുള്ള ചില ഫലങ്ങൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ സമ്പന്നതയിലേക്ക് ഇവരെ ആനയിക്കും. ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അത്രയധികം ഉയർച്ചയിലേക്ക്, ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ ഇനി ഇവർക്കുണ്ടാകില്ല. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെയൊരു വലിയ നേട്ടം വന്നു ചേരുന്നത്? ഇവർ എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? ഏതൊക്കെ ക്ഷേത്രത്തിലാണ് ഇവർ ദർശനം നടത്തേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. നാളെ വെള്ളിയാഴ്ചയാണ്. അതിരാവിലെ പൂജ ഉണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാൻ അതൊക്കെ എഴുതിയെടുക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഏറ്റവും അധികം സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ 3 നക്ഷത്രജാതകരെന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ്. ഈ മേടരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു. ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഇവർ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. പക്ഷേ ഇവർക്കൊരു വലിയ നേട്ടം, വലിയൊരു സൗഭാഗ്യം ഈ നക്ഷത്രജാതകരെ തേടി വരുന്നു. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി ജന്മരാശിയുടെ 12ാം ഭാവത്തിലാണ്. അത് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങൾ നൽകുന്നുണ്ട്. ഒരുപാട് അലച്ചിലുകൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 7ാണ്ട ശനിയുടെ കാലമാണ്. അതിനാൽ പല പ്രശ്നങ്ങളും നിങ്ങളെ തേടി വരും. മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും അല്പം ശ്രദ്ധിക്കേണ്ടതായ സമയം. എന്നാൽ ചില ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലം തന്നെയാണ്. അതിവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു. ശനി ജന്മരാശിയുടെ 12ാം ഭാവത്തിലാണ്. അതിൽ അല്പ ദുരിത ദുഃഖങ്ങളുണ്ട്, മനക്ലേശമുണ്ട്, നഷ്ടങ്ങളുണ്ട്, ധനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വന്നു ചേരും. ഓഗസ്റ്റ് മാസം മാത്രമല്ല, വരുന്ന 2 മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ്, നേട്ടത്തിലേക്കാണ്, സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത്. ഒരുപാട് കാര്യവിഘ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോകുന്നു. വ്യാഴം ജന്മരാശിയുടെ 3ാം ഭാവത്തിലും, ചൊവ്വ ജന്മരാശിയുടെ 6ാം ഭാവത്തിലും, സൂര്യൻ ജന്മരാശിയുടെ 4ാം ഭാവത്തിലും, എന്നാൽ ശുക്രൻ ജന്മരാശിയുടെ 3ാം ഭാവത്തിലും നിൽക്കുമ്പോൾ ധനലാഭമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടാൻ പോകുന്ന സമയം. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഇനി തെറ്റില്ല. ആഗ്രഹിക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഭൂമി ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും. അതായത് നിങ്ങളൊരു ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ ഭൂമി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. വീട് നിർമ്മാണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും. അതുപോലെ തന്നെ 2025 ഡിസംബറോടുകൂടി നിങ്ങൾക്ക് ഒരു പുതിയ വീട്ടിൽ കയറി താമസിക്കാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. പലയിടത്തു നിന്നായിട്ടാണ് നിങ്ങൾക്ക് ധനം വന്നു ചേരുക. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിലൊരു സ്ഥാനമാനം സംഭവിച്ചേക്കാം, സ്ഥാനമാറ്റം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയേക്കാം. ഏതായാലും വലിയ രീതിയിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു.
ശുക്രൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആദരണീയത്വം, ധനലാഭം, ബഹുമാനസിദ്ധി, വസ്ത്രലാഭം, ശത്രുനാശം എന്നിവയാണ് ഫലം. ഇത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊണ്ടുതരും. അതുപോലെ തന്നെ ചന്ദ്രൻ ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്, അതീവ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഉറപ്പായും നിങ്ങൾക്കിനി ഭാഗ്യമാണ്. വരുന്ന 2 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സങ്കടങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഭാഗ്യമാണ്. ഞാനും പ്രാർത്ഥിക്കും. നാളെ പൂജയുണ്ട്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കാൻ മറക്കേണ്ട. അടുത്തത് വൃശ്ചിക രാശിക്കാരാണ്. വിശാഖവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ശനി ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴം ജന്മരാശിയുടെ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്കൊരുപാട് സ്ഥാനമാന ലാഭങ്ങൾ തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ മതിയാക്കുക. ഇനി നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. നാനാ വഴിയിലൂടെ ധനം വന്നു ചേരും. ധനം സമ്പാദിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും. നിങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളെ പലപ്പോഴും പലരും പല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരുപാട് നിങ്ങൾ സഹിച്ചിട്ടില്ലേ? ഇനിയും സഹിക്കണമെന്നാണോ? വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഭാഗ്യമാണ്, നേട്ടമാണ്, സർവ്വസൗഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. 1.5 വർഷക്കാലത്തെ നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് അർഹിക്കാത്ത ദുർപ്പേരും അതുപോലെ ജോലി സംബന്ധമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഒരു വലിയ തുക, ഒരു പണമായിട്ടോ അല്ലെങ്കിൽ നിധിയായിട്ടോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹം കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹിച്ച പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. അത് നിങ്ങളുടെ ഒരു തുടക്കം തന്നെയായിരിക്കും, ജീവിതത്തിൻ്റെ വിജയമായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അതുപോലെ വിദേശ യാത്ര ചെയ്യാനും സാധിക്കും. വിദേശത്ത് സ്ഥിര താമസത്തിനോ അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്കോ അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ നെഗറ്റീവ് ഊർജം അവസാനിക്കുകയും സമാധാനപരമായ വീടിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. വൃശ്ചിക രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. നിങ്ങളിത് എഴുതി വെച്ചോ. എവിടെ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ബുധൻ ജന്മരാശിയുടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും നിങ്ങൾക്ക് അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുമെങ്കിലും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ അത്രയും ദോഷം ചെയ്യില്ല. ഇനി നിങ്ങളുടെ ജീവിതം പാടെ മാറും. വൃശ്ചികക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അടുത്തത് മീനൻ രാശിക്കാരാണ്. പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശനി ജന്മരാശിയിൽ നിൽക്കുന്നു. വ്യാഴം ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഐശ്വര്യമാണ് ഫലം. നാനാഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ധനം വന്നു ചേരും. നിങ്ങൾക്ക് അർഹതപ്പെട്ട ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഇത് നിങ്ങളെ സംബന്ധിച്ച് സുവർണ കാലഘട്ടമാണ്. ഏറ്റവും അധികം ഗുണാനുഭവങ്ങളിലേക്ക് പോകുന്ന സമയം. കാലങ്ങളായി നിങ്ങൾക്ക് നീണ്ടു നിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമാധാനമില്ലായ്മയുണ്ടായിരുന്നു, കടങ്ങളുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. വൈകിയാണെങ്കിലും നിങ്ങൾ ആ കടങ്ങളൊക്കെ തീർക്കുകയും നല്ല രീതിയിൽ അന്തസ്സോടുകൂടി നിൽക്കാൻ നിങ്ങൾക്കിനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ ശത്രുക്കളുണ്ടല്ലോ, അവർക്ക് വരാനിരിക്കുന്നത് വലിയ വിപത്ത് തന്നെയായിരിക്കും.
നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ വരും. തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും അവർക്ക്. നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാന്മാർ തന്നെയാണ്. നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയിൽ ജീവിക്കാൻ സാധ്യമാകും. പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് നിങ്ങളെത്തുന്നത്. പൂരുരുട്ടാതിയുടെയും ഉത്രട്ടാതിയുടെയും രേവതിയുടെയും ഏറ്റവും നല്ല, ഏറ്റവും ഐശ്വര്യപൂർണമായ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതെഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, വലിയൊരു സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോകുന്നു. ഇതോടുകൂടി നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും പോകേണ്ടതായ ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റേതായിരിക്കും. നിങ്ങൾ പോലും അതിശയിക്കും. നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറി, നിങ്ങളുടെ മനോവേദനകൾ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഉറപ്പായും പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും അങ്ങനെയുള്ള സമയമാണ്. മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അങ്ങനെയൊരു സമയമാണ്. വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും അത് സൗഭാഗ്യ സമ്പന്നതയുടെ സുവർണ കാലഘട്ടമാണ്. പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. എഴുതി വെച്ചോ. നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണേ. മുരുകനെ കണ്ട് വണങ്ങി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.